ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ എടുക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇന്നെന്തോ എനിക്ക് എടുക്കണം എന്ന് തോന്നി, അതുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണിത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് കോളേജിൻ്റെ ഒരു കോൺവെക്കേഷൻ സെറമണി ഞങ്ങൾക്കുണ്ട്, നിറവ് 2K26, ആൻഡ് അതിൻ്റെ MC പറയുന്നത് ഞാനാണ്. സോ ഞാൻ ആദ്യമായിട്ടാണ് MC ഒക്കെ പറയാനായിട്ട് സ്റ്റേജിൽ ഒരു വലിയ ഇവൻറ്റിലൊക്കെ കയറുന്നത്. ആൻഡ് സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചാണ് പോയത്, ഞാൻ ഓപ്പർച്യൂണിറ്റി ചോദിച്ചിട്ടാണ് പോയത്. എങ്ങനെയാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ടെൻഷനുണ്ട്. എനിക്ക് ഒന്നാമതേ പുറത്തെന്തോ ഞാൻ ഒട്ടും ഫിറ്റല്ല. ഫേസ് വൈസ് ആണെങ്കിലും നല്ല ഡ്രസ്സ് ഇടണം, എങ്ങനെ ഒരുങ്ങണം, അങ്ങനത്തെ ചിന്താഗതി ഉണ്ട്. ആൻഡ് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം, എങ്ങനെ സ്ക്രിപ്റ്റ് വായിക്കണം, അങ്ങനത്തെ ഉള്ളൊരു ടെൻഷനും കൂടി ഉണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ. ബട്ട് ഇന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സമയം, ഞാൻ ഇതുവരെ കുറേ നാളായി ഞങ്ങളുടെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചധികം നാളായി ഞാൻ എന്നെ തന്നെ കെയർ ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഫേസ് മാസ്ക് ഇടുക, അതുപോലെ തന്നെ നന്നായിട്ട് ക്രീം തേക്കുക, രാത്രി മുടി മസാജ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ലൈക്ക് റൊമാൻറ്റിസൈസ് ചെയ്യുക. വെക്കേഷനൊക്കെ ആയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയ് സമയത്തൊക്കെ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും വീഡിയോസ് കാണാറുണ്ട്. ഞാൻ എന്ത് പരിപാടി, ഈവൺ ഇഫ് ഞാൻ പാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ കൂടി ഞാൻ കാണാറുള്ളത് വീഡിയോസാണ്. യൂട്യൂബിൽ വീഡിയോസ് കാണാറുണ്ട്. ലൈക്ക് ആ ഒരു ടൈമിലാണ് കടൽ ക്ലൗണ്ട് ആര്യ ചേച്ചിയുടെ കുറേ വീഡിയോസ് ഞാൻ കണ്ടത്. ഷോർട്സ് കാണാറുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ ആ ഒരു ടൈമിലാണ് ആര്യ ചേച്ചിയുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ എനിക്ക് ഒരു വീഡിയോ ഞാൻ കണ്ടു, റൊമാൻറ്റിസൈസിങ്ങിൻ്റെ വീഡിയോ, എല്ലാവർക്കും അറിയും. അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ വാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഓക്കെ, റൊമാൻറ്റിസൈസിങ് എന്താണ്, എനിക്ക് വാക്കിൻ്റെ അർത്ഥം മനസ്സിലാവാനായിട്ട് വീഡിയോ കണ്ടു. പിന്നെ ആ വീഡിയോ ഫുള്ള് കണ്ടപ്പോഴാണ് എനിക്കും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്നുള്ള ഒരു മനസ്സിലോട്ട് തോന്നിയത്. ആ ഒരു അവിടെ നിന്ന് ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഫുള്ളും റൊമാൻറ്റിസൈസിങ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എനിക്ക് എന്തെങ്കിലും ഒരു വേർഡ് കിട്ടിയാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നടക്കും. സോ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയാം. അപ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ വാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെയാണ്. അപ്പോൾ ആൻഡ് അത് അങ്ങനെ നടക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പോൾ ഡീപ്ലി അതിൽ തന്നെ ഫോക്കസ് ചെയ്ത്, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ചെയ്ത് എനിക്ക് കുറച്ച് റിലീഫ്, അല്ലെങ്കിൽ എനിക്ക് തന്നെ കുറച്ച് വാല്യൂ കൊടുത്ത ഒരു 1 വീക്കായിരുന്നു അത്. ലൈക്ക് ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എസ്തെറ്റിക്കായിട്ട് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് കുറേ മനസ്സിലുണ്ട്. ബട്ട് ഞാൻ അങ്ങനെ എന്താ പറയുക, അങ്ങനെ എടുത്ത് ചെയ്യാത്ത ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ മനസ്സിലുണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ പുറത്തോട്ട് കാണിക്കത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്ത് നോക്കാം. ബട്ട് ഇറ്റ് വാസ് ആ ഒരു 1 വീക്ക് വാസ് മൈ ബ്യൂട്ടിഫുൾ ഡേയ്സ് എന്ന് പറയാം. ആൻഡ് അത് ഞാൻ മിസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ കോൺവെക്കേഷൻ അല്ലേ, അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളിൽ നിന്ന് തോന്നാനായിട്ട് ഐ തോട്ട് ഇന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാം. ലൈക്ക് നെയിൽ പോളിഷ് ഇടുക, അതുപോലെ തന്നെ ഫേസ് മാസ്ക് ചെയ്യുക. അറിഞ്ഞൂടാ എന്താവുമെന്ന്, കാരണം ഞാൻ ടോട്ടലി ബ്ലാങ്കാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ട്, നാളത്തേക്ക് പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട്, അങ്ങനെ. ആൻഡ് ഓൾസോ ഡ്രസ്സിൻ്റെ സംഭവം മെയിൻ ആയിട്ട് പ്രശ്നം പറ്റിയിരിക്കുകയാണ്. സംഭവം ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായി, എന്നുവെച്ചാൽ ഓൾറെഡി ഉള്ളൊരു ഡ്രസ്സാണ്. ഞാൻ വിചാരിച്ചു ഓക്കെ ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഇടാം എന്നൊക്കെ വിചാരിച്ചു. വേറെ പുതിയ ഡ്രസ്സ് വാങ്ങണ്ട ഇതിനായിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലാസ്റ്റ് മൊമെൻ്റ് വരെ നിൽക്കുക. അപ്പോൾ ഇന്നലെ ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് ഓൾറെഡി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ ഇന്നലെയാണ് ഒന്നുകൂടി ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ആ ടൈമിൽ അമ്മ ചോദിച്ചു, വാട്ട് ആർ യു ഗോയിങ് ടു വെയർ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ വെയർ ചെയ്യാൻ പോകുന്നത്. അമ്മ എന്നെ ഇത് വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ ഇങ്ങനെ പറഞ്ഞ് ചോദിക്കുക. സോറി, മിഞ്ഞാന്നാട്ടോ നടക്കുന്നത്, ഇങ്ങനെ വേണമെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞു, അമ്മ ഈ ലാസ്റ്റ് മൊമെൻ്റ് എവിടെ നിന്ന് പോയി എടുക്കാനാ. പിന്നെ ഞാൻ ഇന്നലെ വീട്ടിലോട്ട് വന്നപ്പോൾ ഷീ ബോട്ട് എ ഡ്രസ് ഫോർ മീ. ഇറ്റ് വാസ് ലൈക്ക് നല്ല ഡ്രസ്സ്, എനിക്കിഷ്ടമായി, പക്ഷേ ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഹരിബറിയിൽ ഞാൻ കോളേജിൽ നിന്ന് വന്നു. അപ്പോൾ അമ്മ എന്നെ പിക്ക് ചെയ്ത് അങ്ങനത്തെ കുറച്ച് ഹരിബറി സംഭവങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഡ്രസ്സ് വാങ്ങണം, അത് വാങ്ങാൻ പോകണം, അങ്ങനെ
കുറേ തലയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഡു ഇറ്റ്. നന്നായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്ത് കാമായിട്ടിട്ട് ചെയ്യാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നെയിൽ പോളിഷിൻ്റെ സംഭവമാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നെയിൽ പോളിഷ് ഇടാറില്ല. ഞാൻ ലാസ്റ്റ് ഇട്ടത് ജൂലൈ, ഈ കഴിഞ്ഞ മാസം ഒരു 2-3 വർഷത്തിനൊക്കെ ശേഷം ആണ് ഈ ജൂലൈയിൽ ഇട്ടത്. എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയോ, എല്ലാ പ്രാവശ്യവും ഞാൻ നെയിൽസ് നന്നായിട്ട് വളർത്തും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഷേപ്പ് ഓൾമോസ്റ്റ് ഒരു ഷേപ്പിലൊക്കെയാണ് വളരുക. ഞാൻ നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് ഇടയ്ക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ നെയിൽ പോളിഷിൻ്റെ സംഭവത്തിലോട്ട് വരുമ്പോൾ ഞാൻ ആകെ യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് തിളങ്ങുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ. അല്ലാത്ത ഒരു ഇതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര വിഷമമായി, ഇത്രയും വളർത്തിയതല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് യൂസ് ചെയ്യാം. നെയിൽ പോളിഷ് ഉണ്ട് വീട്ടിൽ, ഈ ഒരു ബ്ലാക്ക് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്, പക്ഷെ യൂസ് ചെയ്യാറില്ല. ഞാൻ എന്തിനാ വാങ്ങിച്ചേ, എന്തോ ഒരു ഇവൻറ്റിന് വേണ്ടി വാങ്ങിച്ചു, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. പിന്നെ നെയിൽ പോളിഷിട്ട് നടന്നു. അങ്ങനെ ഒരു 2-3 ആഴ്ച പോയി. പക്ഷേ എൻ്റെ നെയിൽ എന്തോ എങ്ങനെയോ മുറിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഫുള്ള് കട്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ നെയിൽസിൽ ഒന്നുമില്ല. അപ്പോൾ എനിക്കിതൊന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ നേരത്തെ ഇട്ട നെയിൽ പോളിഷ് കുറച്ചുണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ അതൊന്ന് റിമൂവർ വെച്ച് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് നെയിൽ പോളിഷ് ഇടുക, അത് മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഡീറ്റെയിൽഡ് പരിപാടിയിലോട്ട് ഞാൻ പോകുന്നില്ല, എനിക്ക് അതിനനുസരിച്ചുള്ള ടൈം ഇല്ല. എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ വേറെ ഉറക്കക്കേടിൻ്റെ വേറെ സംഭവങ്ങൾ ഞാൻ അവിടെ പോയി അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മാത്രം ചെയ്യാം. ആൻഡ് ഈ ഹെയർ സ്റ്റൈലിലോട്ട് ഞാൻ മാറി. പക്ഷേ ഈ വീഡിയോയിൽ കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട് എനിക്ക് തന്നെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ സ്റ്റൈൽ മാറ്റി നോക്കിയതാണ്, പക്ഷേ എനിക്ക് എന്താ താല്പര്യപ്പെട്ടില്ല. അത് ഇത്രയും നേരം കഴിഞ്ഞിട്ടാണ് ഞാനത് നോട്ടീസ് ചെയ്തത് തന്നെ. അപ്പോൾ നമുക്ക് ഈ പരിപാടിയിലോട്ട് കിടക്കാം. വേറൊരു സംഭവം ഒന്നും പറയാനുള്ളത്, ഞാൻ എപ്പോൾ ഒക്കെ എന്തെങ്കിലുമൊക്കെ പണിയിൽ ഇൻവോൾവ് ആയാലും എനിക്ക് ഭയങ്കര സീരിയസ് ലുക്കാണ്. ആൻഡ് അത് ഞാൻ നോട്ടീസ് ചെയ്തത് ഞാൻ തന്നെ എന്തോ ഒരു പണിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും എൻ്റെ വീഡിയോ എടുത്തു, എന്നിട്ട് എനിക്ക് കാണിച്ചു തന്നു, നീ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എന്തോ ഒരു പറഞ്ഞപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് ഞാൻ എപ്പോൾ ഒക്കെ പണിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന പണിയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പണി ചെയ്യുന്നുണ്ടോ ആ ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ഒരു മുഖം പിടിച്ചിരിക്കും, ഒരു വികാരവും ഇല്ലാത്ത മുഖം. പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നിയത് ഞാൻ എപ്പോഴും ദേഷ്യം പിടിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ എന്ന് തോന്നുന്നത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത് ഉണങ്ങണം. പക്ഷേ എനിക്ക് തോന്നുന്നു നെയിൽസ് കട്ട് ചെയ്യണ്ടായിരുന്നു എന്ന്. ഞാനൊരു ഒരാഴ്ച മുന്നേ എന്തോ ആണ് നെയിൽസ് കട്ട് ചെയ്തത്, ഞാൻ അതിനെ ഖേദിക്കുന്നു. നെയിൽസ് വളർത്തിയിട്ടിടുന്നതാടാ രസം. ഇത് കുഴപ്പമില്ല, ഈ കുഞ്ഞു കുട്ടികളുടെ കയ്യിലൊക്കെ എങ്ങനെയാണോ ഇരിക്കുന്നേ അതുമാതിരി ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഗൈസ്, അങ്ങനെ നമ്മുടെ സെക്കൻഡ് കോട്ട് ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷിൻ്റെ സെക്കൻഡ് ലെയർ നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇത് ഉണങ്ങണം. അപ്പോഴേക്കും അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡ്രസ്സ് അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. അത് ഡ്രോയിങ് റൂമിലിരിക്കുകയാണ്, എനിക്കത് പോയി എടുക്കണം. പക്ഷേ ഇത് ഉണങ്ങിക്കഴിഞ്ഞാലാണ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരു ഫിറ്റൊക്കെ എനിക്ക് നോക്കണം, എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കുന്നൊരു ധാരണ വേണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അത് നോക്കിയതിന് ശേഷം കാലത്ത് നെയിൽ പോളിഷ് അടിക്കാം. അപ്പോൾ ഇത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. 2000 years later. സോ ഗൈസ്, അങ്ങനെ എൻ്റെ കയ്യിലത്തെ നെയിൽ പോളിഷ് ഉണങ്ങി.
ലുക്സ് ഗുഡ്. ആൻഡ് ഓൾസോ ഞാൻ എൻ്റെ മുടിയുടെ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്തു. കാരണം മറ്റേത് എനിക്ക് കണ്ടിട്ട് എനിക്ക് എന്നെ തന്നെ സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. എന്തോ ഒരു മാതിരി ഭൂതത്തെ പോലെ ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഷാബി പോലെ ജസ്റ്റ് ഒന്ന് കെട്ടി നോക്കും. ഞാൻ അങ്ങനെ എനിക്ക് നെയിൽ പോളിഷ് ഇട്ട വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ കൈ അനക്കത്തില്ല, ഒരു ജോലിയും ചെയ്യത്തില്ല, ഒന്നും. ഞാൻ ഇങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കത്തുള്ളൂ. ഞാൻ കൈ മടക്കില്ല. ഇങ്ങനെ രാത്രി ഉറങ്ങുമ്പോൾ ഇങ്ങനെ പിടിച്ചാൽ ഞാൻ ഉറങ്ങുക. അങ്ങനത്തെ ചില സംഭവങ്ങളുണ്ട്. ആൻഡ് മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ഞാൻ അമ്മ അവിടെ വെച്ചിട്ടുണ്ടായി. അത് ഇട്ട് നോക്കി. ഇറ്റ് വാസ് ലൈക്ക് എനിക്കിഷ്ടമായി. ആൻഡ് ഇതിപ്പോൾ ഞാൻ കാണിക്കത്തില്ല. ഞാൻ എന്തൊക്കെ പറയും, ഞാൻ കോൺവെക്കേഷന് ഇട്ടിട്ട് എന്നുവെച്ചാൽ നാളെ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഞാൻ ഇത് കാണിക്കത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം സസ്പെൻസ് ആയിരിക്കട്ടെ. എന്ത് ഡ്രസ്സാവും, എന്ത് കളറായിരിക്കും, ഗസ് വാട്ട്. ആൻഡ് ഓൾസോ ഡു കമൻറ്റ് വാട്ട് കളർ ഡ്രസ് ഐ എം ഗോയിങ് ടു വെയറിങ്. ആൻഡ് എങ്ങനത്തെ ഡ്രസ്സാണ് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്ക്, ചിലപ്പോൾ കറക്റ്റ് ആയാലോ. അപ്പോൾ ഈ ഒരു ലുക്ക് എങ്ങനെയുണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യുക. ഇത്രയും നേരം പോയാൽ ഹെയർ സ്റ്റൈൽ ഏത് ഹെയർ സ്റ്റൈലാണ് ഇഷ്ടമായെന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൽ നെയിൽ പോളിഷ് ഇടണം. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ എൻ്റെ കാലിൻ്റെ പെയിൻ്റ് അടിയും കഴിഞ്ഞു, നെയിൽ പോളിഷ് അടിച്ചും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ദി മെയിൻ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറച്ച് കസ്റ്റഡിയിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ടാവും. ലൈക്ക് ഫേസ് മാസ്ക് ഞാൻ കുറച്ച് കയ്യിൽ ഇങ്ങനെ കരുതാറുണ്ട്, പക്ഷേ ഞാൻ യൂസ് ചെയ്യാറില്ല. ചിലതൊക്കെ ഡേറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞ് ഞാൻ കളയേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട്. ഇത് ആണ്, ഈ ഒരു ഷീറ്റാണ് ഞാൻ ഇടാൻ പോകുന്നതെന്ന്. ഞാനങ്ങനെ പൊതുവേ ഓൺലൈൻ വഴി സാധനങ്ങൾ അങ്ങനെ വാങ്ങാത്ത കൂട്ടത്തിലാണ്, ഞാൻ വാങ്ങാറില്ല. അപ്പോൾ ഞാൻ സുഡിയോയിലൊക്കെ മെയിൻലി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അമ്മ ഇത് പാക്ക് ചെയ്തോ അങ്ങനെ ട്രോൾ ചെയ്യുന്ന സംഭവങ്ങളാണ് ഇത്. മോസ്റ്റ്ലി എൻ്റെ കയ്യിൽ നോക്കുവാണെങ്കിൽ സുഡിയോയുടെ വൈപ്സ് അങ്ങനത്തെയൊക്കെയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങളിൽ ഫോക്കസ് ചെയ്യാറുണ്ട്. ലൈക്ക് ഈസ്തെറ്റിക്സ് അങ്ങനെയൊന്നുമല്ല, ബട്ട് സ്റ്റിൽ എന്നാലും ഒരു രീതിക്കുള്ള ഒരു കുട്ടി ഈസ്തെറ്റിക്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ക്ലിപ്പ് ഒന്ന് മാറ്റി എൻ്റെ ഒരു നല്ല പ്രേതം വൈബുണ്ടല്ലേ, മുടി ഒന്ന് മേലോട്ട് കോംബ് ചെയ്യുക. ആൻഡ് ഐ ആം യൂസിങ് ദീസ് തിങ്സ്. ദിസ് തിങ് ഇത് ഇടാനാണ് എനിക്ക് എപ്പോഴും ഈ സാധനം ഉണ്ടല്ലോ ഇടാൻ ഒട്ടും അറിയില്ല. എനിക്ക് എപ്പോൾ ചെയ്താലും തെറ്റുന്ന ഒരു സാധനമാണ് ഇത്. ഇതിങ്ങനെ ചെയ്യാം, ലൈക്ക് ദിസ്. ഓക്കെ, ഇതാണ് സംഭവം. നമുക്കിത് ഇങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങനെ കെട്ടി വെക്കാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ ദിസ് ഇസ് മൈ ലുക്ക്. അപ്പോൾ ഞാൻ ഈ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യാൻ പോവുകയാണ്. ഐ ഡോണ്ട് നോ വെദർ ഇസ് ഗോയിങ് ടു ബി ഗുഡ് ഓർ നോട്ട്. കാരണം ചില ഷീറ്റ് മാസ്ക് ഞാൻ കഴിഞ്ഞ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് ഇറിറ്റേഷൻസ് എൻ്റെ സ്കിന്നിൽ വന്നായിരുന്നു, പൊടിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യാതിരുന്നത്. വേറൊരു ഷീറ്റ് മാസ്ക് നമുക്കിതൊന്ന് മുറിക്കാവേ. സോ ദിസ് ഇസ് ദ മാസ്ക്. നമുക്കിത് ഇവിടെ വയ്ക്കാം. അച്ചോടാ കുട്ടി മാസ്ക്. സംഭവം ഞാൻ കുറേ നാളായി ഇതൊന്നൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെ വെക്കുന്ന രീതി ഞാൻ മറന്നുപോയി ഗൈസ്. കുഴപ്പമില്ല, അച്ചടക്കത്തിരിക്കുന്നുണ്ട് അല്ലേ. നമുക്കിതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പണികൾ ചെയ്യാം. അതെ,
ഫേസ് മാസ്ക് മാറ്റി നോക്കട്ടെ. ഒരു മിനിറ്റ്. കണ്ടോ? അപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലോയിങ് സ്കിൻ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ഐ ഗോട്ട് ഇറ്റ്, ഐ തിങ്ക് സോ. നാളത്തേക്കുള്ള ഒരു കുട്ടി ഗ്ലോയിങ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നാളെ രാവിലെ എണീക്കണം. ഞാൻ മാസ്ക് ഇട്ട സമയത്ത് തന്നെ ഞാൻ കുറച്ചൊക്കെ വായിച്ചു നോക്കി. കാരണം എനിക്കറിയാം, അല്ലാണ്ട് ഇപ്പം തന്നെ സമയം 11 മണി അല്ല 11:30 സമയം. അപ്പോൾ ഇനി അധികം നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ രാത്രി ഉറക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു മാസ്ക് ഇട്ട സമയം തന്നെ കുറച്ച് മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ട്. ടീച്ചർ മെസ്സേജ് ഉണ്ട്, രാവിലെ നേരത്തെ വരണം, ഭക്ഷണം കഴിച്ചിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് കേട്ടു, മെസ്സേജ് വായിച്ചു നോക്കി. പറയാൻ പറ്റിയില്ല. ഒന്നും കൂടി ഞാൻ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തിട്ട് പറയാൻ പറ്റുമോ ഒന്നും കൂടി നോക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇത്. പിന്നെ നാളെ രാവിലെ നേരത്തെ എണീക്കണം. എനിക്ക് ഇവിടുന്ന് ഒരു എത്ര മണിക്കാണ്? ഒരു 7 മണിക്കെങ്കിലും ഞാൻ എണീക്കണം. കാരണം എനിക്ക് മേക്കപ്പ് ചെയ്യാണ്ട്, ലൈക്ക് ഡ്രസ്സ് മാറി എന്തൊക്കെ എനിക്ക് മേക്കപ്പിനെ പറ്റി സത്യം പറയാം, എനിക്ക് അങ്ങനെ ഡീപ്ലി മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ എനിക്ക് ഐലൈനർ മസ്റ്റാണ്, കണ്ണെഴുതണം എന്നുള്ളതുണ്ട്. പിന്നെ ലിപ് ബാം ഞാനിപ്പം കൂടി, എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോയെന്ന്, ബട്ട് ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും അത് രാവിലെ ആവട്ടെ, രാത്രി ആവട്ടെ, ഉച്ചയാവട്ടെ, വൈകുന്നേരം ആവട്ടെ, എന്തായിക്കോട്ടെ, ഞാൻ ലിപ് ബാം മസ്റ്റ്. കപ്പ് മുക്കിയും പികിലെന്ന് പറയുന്ന പോലെ എൻ്റെ ലൈഫിൽ ലിപ് ബാം മസ്റ്റ് എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ലിപ് ബാം ഞാൻ എപ്പോഴും ഇടും. ഇപ്പോഴായാലും ഞാൻ അങ്ങനെ ഒന്നും മുഖത്തിട്ടിട്ടില്ല. എനിക്ക് അങ്ങനെ ഞാൻ മുഖത്തിടാറില്ല. പിന്നെയും ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്, അല്ലാതെ ഇടാറില്ല. അപ്പോൾ ഞാൻ മേക്കപ്പ് എനിക്കൊന്ന് ജസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇരിക്കുന്ന അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മെല്ലെ സമയമെടുത്ത് ചെയ്യണം എന്നാണ് എനിക്ക്. ആൻഡ് ഇവിടുന്ന് ഷാർപ്പ് എനിക്ക് 8:45 ആകുമ്പോൾ ഇറങ്ങണം. 7:45 ആകുമ്പോൾ ഇറങ്ങണം. 8 മണിക്ക് മെട്രോയിലെത്തണം. അവിടുന്ന് കയറി ആലുവയിൽ പോകണം. അങ്ങനെ ഒരു 1 hour ട്രാവൽ ഉണ്ട്. എൻ്റെ ഒപ്പം എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയുണ്ട്, അവളുടെ ഒപ്പം ഞാൻ പോകുന്നേ. അപ്പോൾ പിന്നെ സീനില്ല, കൂട്ടിനൊരാളായി. അപ്പോൾ നാളത്തെ കോൺവെക്കേഷന് കാണാം. എന്താണെന്ന് അറിഞ്ഞൂടാ, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ ആൾക്കാർ ആരെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് ദിയ. സോറി ഞാൻ ലാസ്റ്റ് പറഞ്ഞതിന്, ബട്ട് സ്റ്റിൽ എൻ്റെ പേര് ദിയ. ഞാൻ ഇപ്പോൾ കുറേ നാളായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്, ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നും കൂടി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക എല്ലാവരും. അതുപോലെ തന്നെ നാളത്തെ ഡ്രസ്സിൻ്റെ കളർ എന്തായിരിക്കും എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. കാരണം ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഈ ഒരു കളർ ഡ്രസ്സ് ഇട്ടിട്ടില്ല, എൻ്റെ ഓർമ്മയിൽ ഇട്ടിട്ടില്ല. നാളത്തെയാണ് ഫസ്റ്റിങ്. സോ ഐ എം ക്വൈറ്റ് എക്സൈറ്റിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ വിത്ത് ലോട്ട്സ് ഓഫ് ലവ്.